ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ ബൂട്ട് ഉണ്ടാക്കാനാണ്. ഞാൻ കുറച്ച് വർഷങ്ങളായി ഗോൾഡൻ ബൂട്ട് കുറച്ച് വർഷങ്ങളായി വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഗോൾഡൻ ബൂട്ട് ഉണ്ടാക്കി ഒരു കവറൊക്കെ പൊതിഞ്ഞിട്ടപ്പോഴത്തേക്കും ടൈം പോയത് കാരണം നമ്മൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർത്തത്. അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ വേണം. അപ്പോൾ ഹായ് ഗൈസ്, നമ്മൾ ഇത്രയാണ് പൊതിഞ്ഞിട്ടേക്കണത്. ഇനി ഇവിടെ നിന്ന് മുറിച്ചെടുക്കണം. അത് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിത് തുറന്ന് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇത് പൊതിയാൻ വേണ്ടി പേപ്പറും പിന്നെ വെള്ളവും കൂടി ആവശ്യമുണ്ട്. അത് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. കുറച്ച് പേപ്പറും ഒരു പാക്കറ്റ് വെള്ളപ്പശയും പിന്നെ സൈഡിൽ ബക്കറ്റിൽ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരെണ്ണം ഒട്ടിക്കാം. നമുക്ക് ഇത് ഫുള്ള് ഒട്ടിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. 4 പേപ്പറാണ് എടുത്തിട്ടുള്ളൂ. 4 പേപ്പറിൻ്റെ ആവശ്യം മതി. ഞാൻ 7 പേപ്പർ എടുത്തു. അപ്പോൾ അത് മിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇത് പശ തേച്ച് കൊടുക്കണം. ഫുള്ളിങ്ങനെ ഇത് നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. ഒട്ടിയിരിക്കണമെങ്കിൽ ഫുൾ പശ തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് പശ തേച്ച് കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കണം. ഇവിടെ പേപ്പർ ഒട്ടിയിരിക്കണം. ഈ ലൈനില്ല, ലൈനിൽ കൂടെ വേണം ഒട്ടിക്കാൻ. അതാണ് 2 പേപ്പറും കൂടെ മിക്സായിട്ട് ഒട്ടിയിരിക്കും. അപ്പോൾ നമുക്കിത് ഫുള്ള് ഒട്ടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിത് പശ ഫുള്ളും തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടി തേച്ച് വെക്കണം. ഇനി നമ്മൾ കാല് കയറ്റുന്ന ദ്വാരം വേണം. ദ്വാരം മുറിച്ചെടുക്കണം. അപ്പോൾ ദ്വാരം നമുക്ക് മുറിച്ചെടുക്കാം. ദ്വാരം മുറിച്ച് കഴിയണതിന് മുമ്പ് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും അടിച്ചു തരാം കേട്ടോ. നമുക്ക് നോക്കാം എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം. ഇത് കുറച്ച് ദിവസം കഴിയുമ്പം പാർട്ട് ചൂടും. അപ്പോൾ പാർട്ട് ചൂട് നമുക്ക് ഇത് ഉണങ്ങിക്കഴിഞ്ഞ് ഉണ്ടാക്കിയിട്ട് കാണാം.